മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബം എന്ന് പറയുന്നത് വ്യക്തിബന്ധങ്ങളുടെ ആകത്തുകയാണ് എന്ന് പറയുവാൻ സാധിക്കും. കുടുംബത്തിലെ ഏറ്റവും വലിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എല്ലാവരും പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഒരു ചങ്ങലയിലെ മണി പോലെ എന്ന് പറയാൻ സാധിക്കും. സമൂഹത്തിലെ തകർച്ചയുടെ പിന്നിൽ കുടുംബ തകർച്ചയാണ് നമ്മൾ കാണുക. ഈ മാതാപിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ മക്കൾക്ക് നാം വചനത്തിൽ അടിസ്ഥാനമിട്ട ജീവിതം കൊടുക്കണം. വചനത്തിൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതം കൊടുത്താൽ ഭാവിയിൽ തകർച്ച ഉണ്ടാകില്ല. മത്തായി 7:24-25 നമുക്കറിയാം, പാറമേൽ ഭവനം പണിത ബുദ്ധിമാനാവണം. ദൈവപിതൃത്വം നാം മക്കളെ അറിയിച്ചു വളർത്തണം എന്ന് പറഞ്ഞാൽ, ഞാനും ഇവളും അല്ല നിൻ്റെ അപ്പനും അമ്മയും, പിന്നെയോ ദൈവമാണ്. ദൈവം നിന്നെ ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു ബോധ്യം മക്കൾക്ക് കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. നമ്മുടെ സ്നേഹം വേണ്ടെന്നോ ഊഷ്മളത വേണ്ടെന്നോ ഒന്നും അച്ഛൻ പറയുകയല്ല, പക്ഷെ അത് നമ്മൾ ബോധ്യപ്പെടുത്തണം. നമ്മുടെ സംസാരങ്ങളിൽ ആ ബോധ്യം ഉണ്ടാകണം. അപ്പനും അമ്മയും ആ അപ്പനെയാണ് സ്നേഹിച്ച്, ആ അപ്പന് വേണ്ടിയാണ് ഞങ്ങളെ വളർത്തുന്നത് എന്നൊരു ബോധ്യം അവർക്ക് കൊടുക്കുവാനായിട്ട് കഴിയണം എന്നത് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമാണ് അവരുടെ അപ്പൻ. അവരെപ്പോഴും നമ്മൾ കാണുന്നതനുസരിച്ച് ചെയ്യുക. പറയുന്നത് അല്ല കുട്ടികളെ അധികം സ്വാധീനിക്കുക, കാണുന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക എന്താണെന്ന്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2214 പറയുന്നുണ്ട്, ദൈവിക പിതൃത്വമാണ് മാനുഷിക പിതൃത്വത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. ദൈവിക പിതൃത്വമാണ് വാസ്തവത്തിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അറിയിച്ചു വളർത്തണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നത്. എഫെസൂസ് 3:14 പൗലോസ് അവതരിപ്പിക്കുകയാണ്, എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണം പിതാവാണ്. അപ്പോൾ അപ്പൻ്റെ പിതൃത്വത്തിൻ്റെ ഭാഗമാണ്, പങ്കുവയ്ക്കലാണ് അതായത് ഈ ഭൂമിയിലെ അപ്പൻ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം മക്കൾക്ക് കൊടുക്കണം. നമ്മുടെ ഹൃദയത്തിൽ എന്തിന് പ്രാമുഖ്യം കൊടുക്കുന്നുവോ അതുതന്നെയായിരിക്കും പിള്ളേരും പ്രാമുഖ്യം കൊടുക്കുക. ഞാൻ പറയും, പ്രയോറിറ്റി ഓഫ് വാല്യൂസ്. ഏത് മൂല്യത്തിന് അപ്പൻ പ്രാധാന്യം കൊടുക്കുന്നത്, മക്കളും അറിയാതെ അതിന് തന്നെ പ്രാധാന്യം കൊടുക്കും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തീയ മൂല്യങ്ങൾ കുടുംബത്തിൽ തന്നെ പരിശീലിപ്പിക്കണം. അതിന് വേദപാഠം വേണ്ടെന്നല്ല, പക്ഷെ കുടുംബത്തിൽ തന്നെ പരിശീലനം കൊടുക്കണം. കുട്ടികളെ തിരുത്തുവാൻ നാം സ്വയം തിരുത്തണം. ഞാൻ ഒന്നുകൂടെ ഇൻസിസ്റ്റ് ചെയ്ത് പറയാൻ പോവാം. കുട്ടികളെ തിരുത്തുവാൻ മാതാപിതാക്കൾ സ്വയം തിരുത്തണം. എൻ്റെ കുഞ്ഞുങ്ങൾ മോശമാകരുത് എന്ന് നിർബന്ധമുള്ള ഏതൊരപ്പനും അമ്മയും സ്വന്തം ജീവിതത്തെ തിരുത്തണം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മോശമായി പോകും. നമുക്കിഷ്ടമുള്ള പോലെ പോകുന്നു, പക്ഷേ എടാ നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജോഷുവ 3:5 പറയാണ്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ. നമ്മളെയാണ് വിശുദ്ധീകരിക്കേണ്ടത്. ഇപ്പം തിന്മയ്ക്കെതിരെ പടവെട്ടുക, പരസ്പരം വഴക്കടിക്കരുത്. ഞാൻ വഴക്കടിക്കാനാണ് പറഞ്ഞു തരുന്നത്, പരസ്പരമല്ല. പിന്നെയോ തിന്മയ്ക്കെതിരെ പടവെട്ടണം, പരസ്പരം പടവെട്ടൽ വേണ്ട എന്ന് വയ്ക്കണം. എഫെസൂസ് 6:12 ദുരാത്മാക്കൾക്കെതിരെയാണ് നാം പടവെട്ടുന്നത്. ദൈവസ്നേഹം ലക്ഷ്യം വെച്ച് ജീവിക്കാൻ മക്കളെ പരിശീലിപ്പിക്കുക, നമ്മൾ ജീവിക്കുക. ആ ചെറിയ ചിന്തകൾ പകർന്നു തന്നുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നത്തെ കത്ത് ആരുടേതാണ്? ഇന്നത്തെ ആദ്യത്തെ കത്ത് കേശവദാസപുരത്ത് നിന്ന് ഒരു സിബിച്ചൻ്റേതാണ്. പ്രിയപ്പെട്ട അച്ഛ, ഈ കത്ത് എഴുതുന്നത് കേശവദാസപുരത്ത് നിന്ന് സിബിച്ചനാണ്. ഞങ്ങൾ വിവാഹിതരായിട്ട് 10 വർഷത്തോളമായി. എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ നിന്നത് വെറും 6 മാസമാണ്. പിന്നീട് അവൾ ഓരോ പ്രശ്നം പറഞ്ഞ് അവളുടെ വീട്ടിൽ പോയി നിൽക്കും. എൻ്റെ അമ്മ ഒരു പാവമാണ്. ഞാൻ പല പ്രാവശ്യം പോയി വിളിച്ചു, എന്നിട്ടും അവൾ വന്നില്ല. കൂടാതെ ഫാമിലി കൗൺസിലേഴ്സിനെ കൊണ്ട് വിളിപ്പിച്ചു. അവൾ അവരെ കാണുവാനോ കൗൺസിലിംഗ് നടത്തുവാനോ വിസമ്മതിച്ചു. അവൾക്ക് റെയിൽവേയിൽ ജോലിയുണ്ട്.
ആ ശമ്പളം വാങ്ങി അവൾ സുഖമായി അവളുടെ വീട്ടിലും ക്വാർട്ടേഴ്സിലുമായി കഴിയുന്നു. എൻ്റെ കുടുംബജീവിതം തകരാറിലാണ്. ഞങ്ങൾക്ക് കുട്ടികളുമില്ല. ഈ അവസ്ഥയിൽ വളരെ നാളുകളായി ഞാൻ വിഷമിച്ചു കഴിഞ്ഞു. എന്നാൽ ഒരാഴ്ച മുൻപേ അവൾ എന്നെ ഫോണിൽ വിളിച്ചു. അവൾക്ക് തിരിച്ചു വരണമെന്നുണ്ടത്രേ. ഞാൻ പറഞ്ഞു ഇപ്പോൾ വരേണ്ട എന്ന്. അവൾക്ക് ശരിയായ ഒരു മാറ്റം വന്നുവെന്ന് ഉറപ്പാകാതെ വന്നിട്ട് കാര്യമില്ലല്ലോ. അച്ഛാ, ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? അച്ഛൻ പറഞ്ഞു തരണമേ. തീർച്ചയായിട്ടും സിബിച്ചനെ ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ചിന്തയിൽ അവൾ ചെയ്തത് തെറ്റാണ്. 6 മാസം മാത്രമായിട്ട് വന്ന് പിന്നെ പോയി അവൾ ജീവിക്കുന്നു. ഏകപക്ഷീയമായി സംസാരിക്കുകയല്ല, എങ്കിലും അഹങ്കാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു മനംമാറ്റം കാണുന്നുണ്ട് എന്ന് അതെനിക്ക് വളരെ സന്തോഷം തന്നു. ഇപ്പോൾ ഒരു മനംമാറ്റം കാണുന്നുണ്ട്. അവൾക്ക് വരാൻ താല്പര്യമാണെന്ന് അവൾ പറയുന്നു. പക്ഷേ സിബിച്ചിനിപ്പോൾ വിചാരിക്കുന്നത് ജെനുവിനാണോ അതോ ഇനി വല്ല കുഴപ്പമുണ്ടോ, ഇത്രയും നാളുമൊക്കെ വന്നതെന്ന് അതുകൊണ്ടങ്ങ് തോന്നുക, സ്വാഭാവികമാണ്. പക്ഷെ എനിക്ക് സിബിച്ചിനോട് പറയാനുള്ളത് ആ മനംമാറ്റം നമ്മൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ്. അത് ജെനുവിനാണോ എന്നറിയണം, അതാവശ്യം. അതാണ് സിബിച്ചിൻ്റെ പ്രോബ്ലം. അതാണ് നമ്മൾ സ്വീകരിക്കണമെന്ന് വെറുതെ അങ്ങ് പറയുമ്പം സ്വീകരിച്ചേക്കാം എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് അറിയണമല്ലോ. എനിക്കൊരു ചെറിയ സജഷൻ ഉള്ളത്, 2 പേരും കൂടി ഒരു മാരേജ് കൗൺസിലിങ്ങിന് തയ്യാറാവും. അപ്പോൾ അവൾ വരാൻ തയ്യാറാണെന്ന് പറയുമ്പം ശരി, കുഴപ്പമില്ല, നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ വി നീഡ് എ മാരേജ് കൗൺസിലിംഗ്. നമ്മൾ ഇത്ര നാളും അകന്നു നിന്നാണല്ലോ. അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു കൗൺസിലറുടെ അടുത്ത് പോകാം. എന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിട്ട് ഒരു റിന്യൂഡ് സ്പിരിറ്റിൽ നമുക്ക് ഒന്നിച്ച് ചേരാം എന്നൊരു സജഷൻ വയ്ക്കുക. അതിന് അവൾ സമ്മതിക്കാൻ സാധ്യതയുണ്ട്. അവളിപ്പോൾ തയ്യാറായതുകൊണ്ട് അവിടെ വെച്ച് ഒരു തുറന്നുള്ള ഷെയറിങ്ങിന് അവസരം കിട്ടും. ഇവർക്ക് പേഴ്സണലായിട്ട് കൗൺസിലറോട് പറയാം, പിന്നെ ഇവർക്ക് തമ്മിൽ ഷെയർ ചെയ്യാനുള്ള അവസരം കൊടുക്കും കൗൺസിലിങ്ങിൽ. ഇങ്ങനെയാണല്ലോ കൗൺസിലിംഗ്. അപ്പോൾ അവിടെ വെച്ചൊരു നല്ല ഷെയറിങ് നടത്തി ധാരണയിൽ ഒന്നാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ദൈവം കൊണ്ടുവന്ന ബന്ധമാണല്ലോ. അതുകൊണ്ട് അത് നമുക്ക് തട്ടിക്കളയാൻ പറ്റില്ല. ഇതൊരു നല്ല അവസരമായിട്ട് എടുക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. സിബിച്ചൻ ഒരിക്കലും നിരാശപ്പെടരുത്. ദൈവത്തിൻ്റെ പദ്ധതിയാണ് നിങ്ങളുടെ യോജിപ്പ്. ദൈവം തന്നിരിക്കുന്ന ആ ഭാര്യാഭർത്തൃബന്ധം അത് ആഴത്തിൽ കൊണ്ടുവരിക. ഇത്രയും നാളുമൊക്കെ പാഴായിപ്പോയ സമയം ഉണ്ട്, എങ്കിലും അതോർത്ത് വിലപിക്കാതെ പ്രഭാഷകൻ 25:1 പറയുന്ന പോലെ ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ലയം സാധിക്കണമെങ്കിൽ, ഒന്നായിത്തീരണമെങ്കിൽ ഒരു പരീക്ഷണ കാലഘട്ടമായിട്ടിത് വന്നു എന്നങ്ങ് കരുതിയാൽ മതി. സിബിച്ചൻ അതിനായിട്ട് പരിശ്രമിക്കുകയും അനേകരുടെ പ്രാർത്ഥനയുമൊക്കെ ആയിരിക്കും അതിന് കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനൊന്നാകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിമ്മി എന്ത് പറയുന്നു? സ്നേഹം കൈമാറാനും പങ്കുവയ്ക്കാനും ഉള്ളതാണല്ലോ കുടുംബം രൂപപ്പെടുത്തിയിരിക്കുന്നത് ദൈവം. അപ്പം 1 യോഹന്നാൻ്റെ 4 പറയുന്നു, ദൈവം സ്നേഹമാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ഭാര്യ എപ്പോഴും ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കുകയും വേണം. ഇവിടെ അവൾക്ക് വിധേയത്വമേ ഇല്ല. അവൾ 6 മാസമാകെ അവൻ്റെ വീട്ടിൽ ഈ 10 വർഷത്തിനിടയിൽ ജീവിച്ചത്. അവൻ ശുദ്ധപാവമായി പോയ, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഏതായാലും ഇനിയിപ്പോൾ അവൾക്കൊരു മാനസാന്തരം വന്ന സ്ഥിതിക്ക് അവൾ വീട്ടിൽ തിരിച്ചു വരട്ടെ. വന്നിട്ട് അവർ 2 പേരും കൂടി പോയി ഒരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടിയാൽ, ഇനി അവൾക്ക് എന്തെങ്കിലും ആന്തരിക മുറിവോ എന്തെങ്കിലും 2 പേർക്കും ഇപ്പം എവിടെയെങ്കിലുമൊക്കെ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം അവർ ഒന്നിച്ചാൽ അവരുടെ കുടുംബജീവിതം നിമ്മയുടെ അഭിപ്രായത്തിൽ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം അവർക്ക് ഒത്തിരി പ്രയോജനപ്പെടും. അതുവഴിയായിട്ട് അവർ കൂടുതൽ നന്നായിട്ട് ജീവിക്കാനിടയാകും. അതിന് തയ്യാറാവട്ടെ ഇത്രയും നാളും പോയത് അതിലേറെ ഊഷ്മളതയിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വെരി ഗുഡ്. ഇനിയും എന്താണ് ടോമിച്ചിന് പറയാനുള്ളത്? എനിക്ക് ഇതിനകത്ത് ആദ്യത്തെ കാലയളവിനെ പറ്റി വ്യക്തത ഇതിനകത്തില്ല. 6 മാസം മാത്രമേ നിന്നുള്ളൂ എന്ന് മാത്രമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവന് ജോലി വല്ലതും ഉണ്ടോ, ഇവന് വരുമാനമുണ്ടോ, എങ്ങനെ ആ കുടുംബകാര്യങ്ങൾ എന്നൊന്നും അതിനകത്ത് വ്യക്തമല്ല. അവൾ ജോലിക്കാരിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം അതിനകത്തുനിന്ന് ഒരു പക്ഷേയെങ്കിൽ എനിക്ക് തോന്നുന്നത്
അവന് വേറെ വരുമാനമൊന്നുമില്ല, ഇവളുടെ ആശ്രയിച്ചാണോ പോകുന്നതെന്നറിയില്ല. പല കുടുംബങ്ങളുടെയും ഒരു പ്രശ്നം ഇന്ന് ഈ ഭാര്യമാർ ജോലിക്കാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കൂടുതൽ ഏൺ ചെയ്ത് കാശുണ്ടാക്കിക്കൊണ്ട് വരുന്നവർ ഒക്കെ ഉള്ളിടത്ത് പലപ്പോഴും ഇതുപോലുള്ള പ്രതിസന്ധിയെ നേരിടേണ്ടി വരുന്നുണ്ട്. ഇത് ഒരു കോമൺ വിഷയം തന്നെയാണ്, പല കുടുംബങ്ങളിലുമുണ്ട്. ഇത് എനിക്ക് തോന്നുന്ന ഈശോ നമ്മളോട് പറഞ്ഞത് നിൻ്റെ നെറ്റിയിലെ വിയർപ്പുണ്ടോ നന്നേപ്പം കഴിക്കാൻ. ഭർത്താക്കന്മാർ കുടുംബത്തിൻ്റെ കൺട്രോളിൽ കാര്യങ്ങൾ നായകൻ ദൈവം അവനെ ഏൽപ്പിച്ച് അത് കൈവിട്ട് പോകുന്നിടത്താണ് പലപ്പോഴും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാണുന്നത്. കുടുംബത്തിൻ്റെ കുടുംബനാഥൻ എന്നുള്ള നിലയ്ക്ക് ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം അത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ അവൻ ത്യാഗം സഹിക്കേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും. അതൊക്കെ സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് കുടുംബത്തിൻ്റെ നായകത്വം ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതിൽ ആദ്യം മുതലേ എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടാകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കറക്റ്റ് അറിയത്തില്ലല്ലോ. എങ്കിലും ഇനിയിപ്പം ചെയ്യാനുള്ളത്, ഇപ്പം അവൾ തിരിച്ചു വരാണ്ട് താല്പര്യം കാണിച്ച സാഹചര്യത്തിൽ 100% അവളെ സ്വീകരിക്കണമെന്ന്. കാരണം അവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കേണ്ടുന്നതിന് വേണ്ടി ദൈവം ഇവനെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ ബോധ്യം ഇവനുണ്ടാകണം. അവളെ അവളിൽ കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ, പ്രാർത്ഥനയിൽ, ദൈവവിശ്വാസത്തിൽ അവളെ ഏറ്റെടുത്ത് കൊണ്ടുവന്ന് തമ്പുരാനെ സമർപ്പിച്ചുകൊണ്ട് കഴുകി വെടിപ്പാക്കി അവളുമായിട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള പരിശ്രമങ്ങളില്ലേ. അവർക്ക് മക്കളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളില്ലാത്തതിൻ്റെ പിന്നിൽ പോലും ഇവർ ഒന്ന് ജീവിക്കാൻ അങ്ങനെ മക്കളുണ്ടാകുക. 6 മാസമേ ഒന്ന് ജീവിച്ചുള്ളൂ, പിന്നെ അവർക്ക് മക്കളില്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവൻ ഇച്ചിരി കൂടെ സഹനം ഏറ്റെടുത്തുകൊണ്ട് അവൻ ഇപ്പോഴും അത് നോന്ന് പറഞ്ഞു. അത് പറയരുതേ എന്നുള്ള വാദം എനിക്ക്. അച്ഛൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ കൗൺസിലിങ്ങിലൊക്കെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ. പക്ഷേ അവളെ വരാൻ താല്പര്യം കാണിച്ചിടത്തോളം 100% 2 കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് വന്നതൊക്കെ മറന്നും പുറത്തും പുതിയ ഒരു നല്ല കുടുംബജീവിതത്തിലേക്ക് അവർ കടന്നു വരട്ടെ. ഈശോ അവരുടെ കൂടെ ഉണ്ട്, പ്രാർത്ഥിക്കട്ടെ അവർ. തീർച്ചയായിട്ടും. അപ്പോൾ അവർ പ്രാർത്ഥനാപൂർവ്വം അവളെ സ്വീകരിച്ച് മുമ്പോട്ട് പോകണം. അതുപോലെ അവൻ അധ്വാനിക്കുന്നുണ്ടായിരിക്കും. എങ്കിലും അതുകൂടെ ടോമിൻസൺ ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ മുൻപോട്ട് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകണം. സിബിച്ചൻ തളരാതെ, സിബിച്ചൻ്റെ നല്ല മനസ്സുകൊണ്ട് ജെനുവിനാണെന്ന് അറിയാൻ വേണ്ടിയാണ് അത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാരമില്ല, ജെനുവിനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അവളെ സ്വീകരിക്കാനും നിമ്മി സൂചിപ്പിച്ച പോലെ ധ്യാനവും കൗൺസിലിങ്ങും ഒക്കെ നടത്തി വളരെ സന്തോഷപ്രദമായിട്ട് ജീവിക്കാനിടയാവട്ടെ എന്ന് ആശംസിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത കത്തിലേക്ക് കടന്നാലോ? ഒരു കന്യാസ്ത്രീ എഴുതിയ എഴുത്താണ്. സ്നേഹ ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛ, ഞാനൊരു കന്യാസ്ത്രീയാണ്. എനിക്ക് അച്ഛൻ്റെ ധ്യാനവും ശാലോമിലെ ഫാമിലി കൗൺസിലിങ്ങും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒരു പ്രശ്നം എഴുതുകയാണ്. ശാലോമിലൂടെ അതിന് മറുപടി പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് സിസ്റ്റർ വിനയ. ഞാൻ കന്യാസ്ത്രീയായിട്ട് 15 വർഷമായി. ഞാൻ വിദേശത്താണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഈ അടുത്ത ഇടയ്ക്ക് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് കുറച്ച് രൂപ കൊടുത്തു. അത് തികച്ചും എനിക്ക് അവകാശപ്പെട്ട പണമാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളതാണ്. എന്നാൽ എൻ്റെ സഹോദരൻ ഈ വിവരം അറിഞ്ഞപ്പോൾ രൂപ വാങ്ങിയതിന് എൻ്റെ അമ്മച്ചിയെ വഴക്ക് പറയുകയും 500 രൂപ അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് ബാക്കി പണം എനിക്ക് മണി ഓർഡറായി അയക്കുകയും ചെയ്തു. എന്നിട്ട് ഇനി ഒരിക്കലും 1 രൂപയുടെ മിഠായി പോലും ഈ വീട്ടിൽ കൊണ്ടുവരരുതേ എന്ന് എനിക്ക് താക്കീത് നൽകുകയും ചെയ്തു. അച്ഛാ, എൻ്റെ അമ്മച്ചിക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് തെറ്റാണോ? ഉചിതമായ മറുപടി പ്രതീക്ഷിക്കുന്നു. സ്നേഹാദരവോടെ സിസ്റ്റർ വിനയ. തീർച്ചയായിട്ടും ഫാമിലി കൗൺസിലിംഗ് സിസ്റ്റർ വിനയ, ഞാൻ വിനയ അമ്മ എന്ന് വിളിക്കാൻ താല്പര്യപ്പെടുന്നു. കാരണം ഞാൻ സിസ്റ്റേഴ്സിനെ കാണുന്നത് ആത്മീയ മാതൃത്വമുള്ളവരായിട്ട്. വിനയമ്മയ്ക്ക് അത് കാണാൻ സാധിച്ചതിൽ ഒരു സന്തോഷമുണ്ട്. വിനയമ്മയുടെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നു. അമ്മ വ്രതമെടുത്ത് സന്യാസ ജീവിതം നയിക്കുന്ന ഒരമ്മയാണ്. ദാരിദ്ര്യവ്രതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം തന്നതാണെന്ന് വിശ്വസിക്കുക. അതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിവാണെങ്കിലും പണമാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ, അതാണ് ദാരിദ്ര്യവ്രതമെന്ന് ബോധ്യമുള്ളതാണ് അമ്മയ്ക്ക്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നവർക്കത് കൊടുക്കുക എന്നതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ പണം അമ്മയ്ക്ക് കൊടുക്കുവാൻ അധികാരികളുടെ അനുവാദം വാങ്ങിയോ? ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുക. അത് അതിനകത്ത് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിച്ചത്.
ഇല്ല എങ്കിൽ അത് തെറ്റാണ്. എനിക്ക് അത് വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം അനുവാദം ചോദിച്ചു, അവർ പറയുകയാണ് അമ്മ ഒത്തിരി വിഷമിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞതാണെങ്കിൽ അതെനിക്ക് മനസ്സിലാകാൻ സാധിക്കും. ഇവിടെ സഹോദരൻ പറഞ്ഞത് വളരെ ശരിയായിട്ടാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. സഹോദരന് ബെന്യാമിനോടുള്ള പിണക്കമൊന്നുമല്ല ഇതിൻ്റെ പുറകിൽ. സഹോദരൻ ഇച്ചിരി മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. സാധാരണ ഞാൻ നാട്ടുനടപ്പിൽ കാണാറുള്ളത് പോരട്ടറാവുകയെ കിട്ടുന്നത് ഇനി പോരട്ടെ എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ്. ഇതങ്ങനെയല്ല. വേണ്ട, ഒരു സമ്മാനമായിട്ട് 500 രൂപ ഇരിക്കട്ടെ, ബാക്കി അത് സഭയുടെ വേണം, സഭയുടെ പൈസ എടുക്കണ്ട എന്നുള്ളൊരു ചിന്ത ആണ് സഹോദരൻ പുലർത്തിയത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് സഹോദരൻ ശരിക്കും മനസ്സിലാക്കി അത് ചെയ്തു എന്ന് എനിക്ക് പറയാനുണ്ട്. ബെന്യാമിനോടും ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്വത്തിനോട് ശവമാകാൻ പഠിക്കണം. എന്ന് പറഞ്ഞാൽ ഒത്തിരി പണം നമ്മുടെ കയ്യിലൂടെ കയറി ഇറങ്ങും, ഉറപ്പാണ്. നമ്മളച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെ കയ്യിലൂടെ ഒത്തിരി പണം കയറി ഇറങ്ങും. പക്ഷെ അതിനോട് ശവമാകാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ, പുറത്തൊരു കള്ളനുണ്ടായിരുന്നാണ് പറഞ്ഞു. ഈ കള്ളൻ വലിയ സ്പെഷ്യലൈസേഷൻ ഉണ്ട് ഈ കള്ളന്മാർക്ക് ഇപ്പം. അപ്പോൾ ഈ കള്ളൻ്റെ സ്പെഷ്യലൈസേഷൻ സ്ത്രീകളുടെ മാല തട്ടിപ്പറിക്കുക എന്നുള്ളത്. സ്വർണ്ണമാല ഇട്ടുകൊണ്ട് ഈ കള്ളൻ്റെ മുമ്പിൽ കൂടെ ആരും പോകത്തില്ല, കാരണം മാല അവൻ്റെ ഇരിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഈ കള്ളൻ മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞപ്പം ഒത്തിരി സ്ത്രീകൾ ഇവനെ വന്ന് ഉമ്മയൊക്കെ കൊടുത്തു. പല മാലയും അവൻ്റെ മുഖത്തൂടെ എഴിഞ്ഞു നടന്നെങ്കിലും ഒരു മാലയ്ക്ക് ഒരു കുഴപ്പം പറ്റിയില്ല, കാരണം അവൻ അതിനോട് ശവമായിപ്പോയി. ഇതുപോലെ നമ്മുടെ ജീവിതം അതാ, സ്വത്തിനോട് ശവമാകാൻ പഠിക്കും. നമ്മൾ ഒത്തിരി സഭയുടെ പണവും പള്ളിയുടെ പണവും ഒക്കെ അച്ഛന്മാരിലൂടെ സിസ്റ്റേഴ്സിലൂടെ ഒക്കെ കടന്നു പോകും. പക്ഷെ അതിനോട് നമ്മൾ ശവമാകാൻ പഠിച്ചെങ്കിലേ നമ്മുടെ ജീവിതം തമ്പുരാന് പ്രീതികരമാകത്തുള്ളൂ. അതുകൊണ്ട് എൻ്റേതാണ്, എനിക്ക് അർഹതപ്പെട്ടതാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്നൊക്കെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് എനിക്ക് ക്ലിയർ അല്ലെങ്കിലും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ബെന്യാമിയോട് പറയാനുള്ളത്, ഈ ദാരിദ്ര്യ ചൈതന്യം എന്ന് പറഞ്ഞാൽ ഒരു നൊമ്പരമുണ്ട്. ആ നൊമ്പരം ആണ് വാസ്തവത്തിൽ നമ്മൾ തമ്പുരാന് കൊടുക്കുന്ന ഒരു ത്യാഗം എന്ന് പറയാം. അത് നമ്മൾ ഏറ്റെടുത്തുക. അത് ഏറ്റെടുത്തെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടും അത് ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. സഹോദരൻ പറഞ്ഞത് പോസിറ്റീവായിട്ട് എടുത്ത് ദൈവത്തിന് നന്ദി പറയുക. അതുപോലെ വിവരം അധികാരിയോട് പറയണം. അധികാരി അത് തിരിച്ചേൽപ്പിക്കണമെന്നാണ് എൻ്റെ ഒരഭിപ്രായം. ഏതാണോ അധികാരിയെ തിരിച്ചേൽപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ അതൊരു സാക്ഷ്യമായിട്ട് മാറും. ദൈവം അനുഗ്രഹിക്കും. മത്തായിയുടെ സുവിശേഷം 19:21 നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നൊരു വാക്കുണ്ട്. അനുഭവിച്ച ആളിനോട് പറഞ്ഞത്. ഈ ദരിദ്രർ എന്ന് പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് തരാനില്ലാത്തവർ എന്നാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുക. അപ്പോൾ തിരിച്ച് സ്നേഹം തരാനില്ലാത്തവർക്ക് കൊടുക്കാനുള്ള ഒരു വിളിയാണ് നമ്മുടെ വിളി. ആ വിളിയിൽ അങ്ങേയറ്റം വിശ്വസ്തയോടെ നിൽക്കുവാൻ ഈ സഹോദരൻ്റെ ഒരു തിരുത്തൽ സഹായകമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് അതിന് ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ടോമിച്ചിൻ്റെ ഒരു അഭിപ്രായത്തിനാണ് നിൽക്കുകയാണ്. ഞാൻ ഇത് വായിച്ചപ്പോഴത്തേക്ക് വർഷങ്ങൾക്കപ്പുറം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ തന്നെ ഒരു വിഷയത്തിൽപ്പെട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എൻ്റെ അടുത്ത് വന്ന സംഭവം ഞാൻ ഓർക്കുക. അമ്മച്ചിക്ക് കന്യാസ്ത്രീ മോള് കൊണ്ട് ഇച്ചിരി കാശ് കൊടുത്തതാ വിഷയം. കാരണം തീർച്ചയായിട്ടും പെമ്മക്കൾക്ക് അമ്മയോടൊരു പ്രത്യേക സ്നേഹവും അമ്മയ്ക്ക് മകളോടൊരു സ്നേഹവും സ്വാഭാവികം ആ ദൈവം കൊടുത്തിരിക്കുന്നു. പക്ഷേ ഈ സിസ്റ്റേഴ്സ് കന്യാസ്ത്രീകൾ എത്ര പണം അച്ഛൻ പറഞ്ഞാലോ കൈക്ക് വന്നാലും അവരുടെ അമ്മയ്ക്ക് കൊടുക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ പെറ്റു വളർത്തി അമ്മയ്ക്ക് കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ ഞാനത് കൊടുക്കണം, ഞാൻ ചെയ്യണമെന്നുള്ളത് ചിന്തിക്കണം. ഞാൻ എന്തിനു വേണ്ടി, ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചുള്ള ദൈവത്തിൽ സമർപ്പിതയാണ് ഞാൻ. ഞാൻ ദൈവത്തിൻ്റെ ആണെങ്കിൽ എൻ്റെ അമ്മയെ നോക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ ബോധ്യം വരണം. എൻ്റെ അമ്മയെ ഏത് പ്രതിസന്ധിക്കകത്തും സംരക്ഷിച്ച് ഒരു കുഴപ്പവും കൂടാതെ കൊണ്ടുപോകാൻ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിന് കഴിയും. എൻ്റെ ഇത് അമ്മയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്ന ഒരു ഉത്തമ ബോധ്യം എല്ലാ സിസ്റ്റേഴ്സിനും കന്യാസ്ത്രീകൾക്കും ഉണ്ടാകണം. അന്ന് ഇതുപോലൊരു പ്രശ്നമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നപ്പം
അവസാനം ഞാൻ ഈ സഹോദരനോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ചട്ടയും മുണ്ടും കവുണിയും വാങ്ങാനെന്നും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ, നീ ഒരു കാര്യം ചെയ്യുക, ഏതായാലും കന്യാസ്ത്രീ അമ്മ കൊണ്ട് മോള് കൊണ്ട് തന്നതല്ലേ, ഒരു കവുണിക്ക് അന്ന് 150 രൂപ ഉണ്ട് മതി, 150 രൂപ. ആ 150 രൂപ അയക്ക് അമ്മച്ചിക്ക് കവുണി മേടിച്ച് കൊടുത്തും പെങ്ങൾ പോണതിന് മുമ്പ് തന്നെ പെങ്ങളെ കൊണ്ട് ഈ കവുണി അമ്മച്ചിക്ക് കൊടുപ്പിച്ചേക്കുക. പെങ്ങൾ തന്നെ കൊടുത്തോട്ടെ, അമ്മയത്തെ ബാക്കി കാശ് സ്നേഹത്തോടെ നീ ആ അമ്മച്ചി സിസ്റ്ററിൻ്റെ കൊടുത്തിട്ട് ഇത് ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തരുത്, ദൈവത്തെ ഓർത്ത്. ഇനി നമ്മുടെ എനിക്കതിനൊരു പാഠം, ഇന്ന് നമ്മുടെ പത്തനംതിട്ട രൂപതയുടെ ബിഷപ്പായിരിക്കുന്ന തിരുമേനിയായിരിക്കുന്ന യൂഹന്നാൻ മാർ ക്രിസോസ്റ്റോം പിതാവിൻ്റെ അപ്പൻ പറഞ്ഞൊരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഒരിക്കൽ 84 അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് നല്ല എനിക്കിഷ്ടമുള്ള, അന്ന് മരിച്ചുപോയ ആൾ, ഇഷ്ടമുള്ള, ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരപ്പനാണ്. ആ അപ്പൻ അന്ന് പറഞ്ഞത് ആ പള്ളിയിലെ ട്രസ്റ്റിയാണ് വർഷങ്ങളായിട്ടപ്പൻ. അപ്പന് റേഷൻ കടയും ഒത്തിരി കാശ് വരാനുണ്ട്. എൻ്റെ മോനെ ഒരു 10 പൈസ പോലും ആ പള്ളിയിലെ എൻ്റെ കാശിനകത്ത് വരാതിരിക്കാൻ ഞാൻ ഒത്തിരിയേറെ പണിപ്പെടുന്നുണ്ട്. കാരണം ഇത് കാശിൻ്റെ ഫ്ലോ ഉള്ളതുകൊണ്ട് എനിക്കിത് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് പാടാണ്. പക്ഷേ എന്നെ ഒഴിവാക്കാൻ പറഞ്ഞിട്ട് അവർ ഒഴിവാക്കുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ ഒരു 10 പൈസ എൻ്റെ വീട്ടിൽ വന്നു പോയാൽ എൻ്റെ വീട്ടിൽ കുന്തിരിക്കം മണക്കത്തില്ലേ? എനിക്കത് ആദ്യത്തെ ഇതെനിക്ക് പിടിയിട്ടില്ല. വീണ്ടും ഞാൻ വീണ്ടും ചോദിച്ചപ്പോഴാണ് പറഞ്ഞ, പള്ളിയിലെ ഒരു പൈസ എൻ്റെ വീട്ടിൽ വന്നാൽ കുന്തിരിക്കും എൻ്റെ വീട്ടിൽ മുടക്കും. എനിക്കത് ശാപത്തിന് കാരണമാണ്. എനിക്കൊത്തിരി സന്തോഷം തോന്നി ആ ബോധ്യം. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമുക്ക് ആ ബോധ്യം ഉണ്ടാകണം. സഭയുടെ എന്ന് പറയുന്നത് തമ്പുരാൻ്റെയാണ്. അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും അൽമായനായാലും ആരാണേലും ദൈവത്തിൻ്റെ പണം നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാനിടയാകരുത്. അത് ഒഴിവാക്കി തന്നെ പോകുന്നതാണ് കുടുംബത്തിന് ഐശ്വര്യം. അതുകൊണ്ട് സഹോദരി അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അടിവര ഇടുന്നു. സിസ്റ്റർ സന്തോഷത്തോടെ ആ സഹോദരൻ ചെയ്ത ആ തിരുത്തലുകൾ സ്വീകരിക്കുക. ഒരു മടിയും വേണ്ട. അച്ഛൻ പറഞ്ഞതുപോലെ അധികാരികളെ കണ്ടു കൊടുക്കുക. ഇനി ഒരു കാരണവശാലും അമ്മച്ചിക്ക് 10 പൈസ കൊടുക്കാനായിട്ട് തിരിയുകയും ചെയ്യരുത്. അതിനങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സിസ്റ്ററിന് സാധിക്കട്ടെ. അപ്പോൾ നമ്മൾ സഭയുടേതാണെന്നുള്ള ബോധ്യത്തോടെ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതേപ്പറ്റി എന്താണ് നിമിക്ക് പറയാനുള്ളത്? സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ കർത്താവിനും ദൈവരാജ്യത്തിനും വേണ്ടി അവരുടെ സേവനം വളരെ നിസ്തുലമായ സേവനം തന്നെയാണ്. പക്ഷേ അവർ ദൈവരാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് ആവശ്യമായുള്ളതെല്ലാം ദൈവം അവർക്ക് നൽകും. അപ്പോൾ അവിടെ ചുറ്റുപാടുമുള്ളവർക്ക് ജീവിതത്തിന് വിളിക്കനുസൃതമായ ജീവിതസാക്ഷ്യം നൽകിക്കൊണ്ട് ജീവിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. റോമർ 8:28 പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നെന്ന് പറഞ്ഞതുപോലെ ഈ അമ്മച്ചിക്ക് ആവശ്യമായതെല്ലാം ദൈവം നൽകിക്കൊള്ളും. അതിനും ഓർത്ത് ഈ മകൾ ക്ലേശിക്കേണ്ട കാര്യമില്ല. കൂടെയുള്ള മകൻ എന്തായാലും നോക്കിക്കൊള്ളും. അല്ലെങ്കിൽ മകൻ ഈ സിസ്റ്റർ കൊടുത്തപ്പോൾ അത് തിരിച്ചു കൊടുക്കുകയില്ലല്ലോ. അപ്പോൾ മകൻ അത് അറിയാം, ഇതിവിടെ വരേണ്ട പണമല്ല, ഇത് അർഹതയുള്ളതല്ല. അതുകൊണ്ട് അത് അവരുടെ വിളിക്കനുസരിച്ച് അവരവിടെ ജീവിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ സഭയുടേതാണെന്ന ബോധ്യത്തോടു കൂടി സഹോദരൻ പറഞ്ഞതിനെ സ്വീകരിക്കാനും അങ്ങനെ ആ തിരുത്തലിൽ സ്വീകരിച്ച് മുമ്പോട്ട് പോകാനും വിനയാമ്മയ്ക്ക് കഴിയട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാ അമ്മമാർക്കും അതൊരു പാഠമായിട്ട് മാറും. വിനയാമ്മയെ ചോദിച്ചുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റിയത്. വളരെ സന്തോഷിക്കും. വിനയാമ്മ എഴുതിയതിൽ നമുക്കൊത്തിരി നന്ദിയുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ജോലി ചെയ്യുന്ന അമ്മയായതുകൊണ്ടായിരിക്കാം. വിദേശ ജോലി ചെയ്യുന്ന അമ്മ കൂടുതൽ തീക്ഷ്ണതയോടെ ശുശ്രൂഷ നിർവഹിക്കുവാനിടയാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോയുടെ തിരുമുമ്പിൽ ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ലവരും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, ഞങ്ങളിപ്പോൾ സമർപ്പിച്ച ആദ്യത്തെ കുടുംബത്തെയും ബഹുമാനപ്പെട്ട വിനയാമ്മയെയും ഞങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ആദ്യത്തെ കുടുംബത്തിൽ ആ കുടുംബജീവിതം കൂടുതൽ ആഴപ്പെടുവാനും കൂടുതൽ സ്നേഹത്തോടെ ഒന്നായിത്തീരുവാനും അങ്ങനെ നഷ്ടപ്പെട്ടു പോയത് എന്നവർ ചിന്തിച്ചത് കൂടുതൽ ആർജവത്തോടെ തമ്പുരാന് വേണ്ടി, തമ്പുരാൻ്റെ മഹത്വത്തിന് വേണ്ടി നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനും അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. തിരുരക്തത്താൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് പരീക്ഷിച്ച് അവരെ ഒന്നിപ്പിക്കണമേ. രണ്ടാമത് ഞങ്ങൾ ചിന്തിച്ച ബഹുമാനപ്പെട്ട അമ്മയുടെ മേൽ തിരുരക്തം തളിക്കണമേ. അമ്മയെ കൂടുതൽ ശുശ്രൂഷയിൽ വളരെ നിസ്വാർത്ഥമായ ശുശ്രൂഷ ചെയ്തുകൊണ്ട്
അനേകർക്ക് സേവനം ചെയ്തുകൊണ്ട് തമ്പുരാൻ്റെ മഹത്വം കരയേറ്റുവാൻ ഇടയാവണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോനാഥ ഏറ്റെടുക്കണമേ, വഴി നടത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com